കഴിഞ്ഞ പ്രാവശ്യം ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ കേട്ട രണ്ട് വാക്കുകളാണ് ശവം തീനിയും ശവം തൂക്കിയും. അതായത് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം തന്നെ വകമാറ്റുന്നു, അത് മറ്റു രൂപത്തിലേക്ക് ചെലവഴിക്കുന്നു. അങ്ങനെ വകമാറ്റിയും ശവം തീനികളായും ശവം തൂക്കികളായും നമ്മൾ മാറുന്നു എന്നൊരു വാർത്ത വളരെ വലിയ തോതിലുണ്ടായിരുന്നു. കോൺഗ്രസിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, LDFിനെതിരെ UDF പറഞ്ഞു, UDFിനെതിരെ LDF പറഞ്ഞു. അവിടുത്തെ പിരിച്ച പൈസ വകമാറ്റിയത് കൊണ്ട് LDFക്കാർ ശവന്തീനികളും ശവന്തൂക്കികളുമാണെന്ന് UDFകാർ പറഞ്ഞു. UDF അവിടെ കോൺഗ്രസ് അവിടെ വീട് വെച്ച് കൊടുക്കാത്തതുകൊണ്ട് തിരിച്ചും പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു വാർത്ത, CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് 2024-25 വന്നിട്ടുണ്ട്. അത് ബഡ്ജറ്റ് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അത് വരും, വലിയ റിപ്പോർട്ടാണ്, നിയമസഭ വയ്ക്കും. അതിനകത്ത് കഴിഞ്ഞ LDF സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് 24-25 വർഷത്തെ CAG റിപ്പോർട്ട്. അത് നിയമസഭയെ വെച്ചിരിക്കുകയാണ്, മേശപ്പുറത്ത് വയ്ക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും വകമാറ്റി ചെലവഴിക്കാൻ പറ്റുന്നതല്ല, പക്ഷേ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. കിഫ്ബി ഒരു വലിയ ബാധ്യതയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് 262.6 കോടി സഞ്ചിത നിധിയിലേക്കാണ് വകമാറ്റിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും റവന്യൂ ധനക്കമ്മി കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ റവന്യൂ കമ്മി കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി, സർക്കാരിൻ്റെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി സഞ്ചിത നിധിയിലേക്ക് 300 കോടി വരെ 262 കോടി രൂപ മാറ്റി. ബഡ്ജറ്റിന് പുറമെയുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 3,511 കോടി രൂപയുടെ തീർപ്പാക്കാത്ത ബാധ്യതയുണ്ടെന്നും ഇതിൽ പറയുന്നു. ചെലവ് കൂടിയെങ്കിലും വരവ് നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും CAG നിരീക്ഷിക്കുന്നു. 9.33% നിന്ന് ആഭ്യന്തര ഉൽപ്പാദനം 9.97% ഉയർന്നിട്ടുണ്ട്. 0.3% റവന്യൂ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും CAG റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ CAGയുടെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, 42% കുറവാണ്. ആ കുറവ് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, PM ശ്രീയുടെ ഒരു വിഷയമുണ്ട്. രണ്ടാമത് നമ്മൾ ഈ MOU വയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന ഒരു അലംഭാവമുണ്ട്. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് കിഫ്ബിയെ സംബന്ധിച്ചും വളരെ കൃത്യമായ ചില നിയമങ്ങളൊക്കെ വരുന്നു. കിഫ്ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ബാധ്യതയാണ് സർക്കാരിന്. പെട്രോളിൻ്റെ സെസ്സും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സെസ്സും ഒക്കെ വാങ്ങി അതിലൊരു തുക, ആ സെസ് തുക, ഇന്ധന സെസ്സൊക്കെ വാങ്ങിയിട്ട് ആ തുകയാണ് ശരിക്കും കിഫ്ബിയുടെ വരുമാനം. ആ വരുമാനം വെച്ചുകൊണ്ട് 9.5% പലിശയ്ക്ക് പുറത്തുനിന്ന് കടമെടുക്കുന്നു, ബോണ്ട് വാങ്ങുന്നു, ലണ്ടൻ സ്റ്റോക്ക് ഓഫ് എക്സ്ചേഞ്ചിൽ പോയി ബോണ്ട് വാങ്ങുന്നു, പല സ്ഥലത്ത് പോയി മസാല ബോണ്ടൊക്കെ വാങ്ങുന്നു. പക്ഷെ അങ്ങനെ വലിയ തുക വാങ്ങുമ്പോൾ വാങ്ങുന്നതല്ല പ്രധാനം, വാങ്ങുകയും ചിലവാക്കുകയും ചെയ്യുന്ന കിഫ്ബിയാണ്. അതിന് ധനകാര്യ വകുപ്പിനൊരു പങ്കുമില്ല. പക്ഷേ ഒരു ബാധ്യത വന്നാൽ അത് എക്സ്ചക്കറായിട്ടുള്ള ഖജനാവിലേക്ക് വരും, കേരള ഗവൺമെൻറ്റിലേക്ക് വരും. അപ്പോൾ ചിലവാക്കുന്നത് ഞങ്ങൾ, പ്രശ്നം വന്നാൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റ് അതിനകത്ത് കിടപ്പുണ്ട്. സ്റ്റേറ്റ് ഷുവർട്ടി നിന്നിട്ടാണ് ഈ പണമൊക്കെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഷുവർട്ടി നിന്നാൽ പണം ഖജനാവിൽ വരണ്ടേ, അല്ലെങ്കിൽ ട്രഷറിയിൽ വരണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഷുവർട്ടി നിൽക്കുകയും ഒരു സ്വതന്ത്ര ഏജൻസി ധാരാളം പണം പിരിക്കുകയും ചെയ്യുമ്പോൾ ആ സ്വതന്ത്ര ഏജൻസി ഉണ്ടാക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും കുത്തിത്തിരിപ്പും കുന്നായ്മയും സകലതും സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല. അതാണ് ശരിക്കും കിഫ്ബിയിലെ വിഷയം. അല്ല, കിഫ്ബി ഒരു സ്വതന്ത്രമായൊരു സ്ഥാപനമാണ്. അവർ പണം പിരിക്കുന്നു, അവർ പണം അടയ്ക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ നാട്ടുകാർ പൈസ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവർക്ക് ഡിബഞ്ചറായിട്ടും അല്ലെങ്കിൽ ബോണ്ടായിട്ടും പല രൂപത്തിൽ കാശ് കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഷുവർട്ടി ആവശ്യമുണ്ട്. ആ ഷുവർട്ടി ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ പൈസ കൊടുക്കുന്നത്. പക്ഷേ ആ ഷുവർട്ടി വയ്ക്കുമ്പോൾ ബാധ്യത ഗവൺമെൻറ്റിന് വരും, ലയബിലിറ്റി വരും. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി മാത്രമായിട്ട് ഗവൺമെൻറ്റിന് വരാൻ പറ്റത്തില്ല, അസറ്റും ഗവൺമെൻറ്റിന് വരണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഗവൺമെൻറ്റാണ് നടത്തേണ്ടത്, അല്ലാതെ പാരലൽ മെക്കാനിസം അല്ല എന്നാണ് CAGയുടെ കണ്ടുപിടുത്തം. 10 വർഷമായി പാരലൽ മെക്കാനിസത്തിലാണ് ഓടുന്നത്. KM എബ്രഹാം എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം മാറി, ഡോക്ടർ KM എബ്രഹാം ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. കിഫ്ബിയുടെ CEO അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരുന്നു, വളരെ വലിയ ശമ്പളം കൊടുത്തിരുന്നു, കാറും സന്നാഹവും കൊടുത്തിരുന്നു, പിന്നെ 450 സ്റ്റാഫിനെ കൊടുത്തിരുന്നു. അദ്ദേഹം വിചാരിക്കുന്ന ആളുകളെ മുഴുവൻ കിഫ്ബിയിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു സംവിധാനമായിരുന്നു കിഫ്ബി. ഒരു വെള്ളാനയായിരുന്നു. എന്തായാലും വെള്ളാനയെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ആളുകളെയും പറഞ്ഞതിന് ശേഷം അത് പൂട്ടിയിടണം. അപ്പോൾ പൂട്ടുക എന്ന് പറഞ്ഞാൽ അടച്ചിടുക എന്നുള്ള അർത്ഥത്തിലല്ല,
അത് ശുദ്ധീകരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും CAG വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ CAG പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കിഫ്ബിയുടെ ഫണ്ട് ദുർവിനിയോഗത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ബാധ്യത, സ്റ്റേറ്റിനുണ്ടാകുന്ന ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള വകമാറ്റൽ, അത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. ദുരിതാശ്വാസ നിധിയിൽ വരുന്ന പണം പണ്ടും ഇതുപോലെ ഈ സുനാമി ഫണ്ടൊക്കെ ധാരാളമായി ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. അത് പല മലയോര പഞ്ചായത്തുകളിലൊക്കെ സുനാമി ഫണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഖജനാവിൽ പൈസ കിട്ടിയാൽ പിന്നെ വകമാറ്റി ചിലവഴിക്കുക, അത് ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിനകത്ത് കൂട്ടുനിൽക്കും. വല്ലാത്തൊരു രീതിയാണ്. ഓഡിറ്റ് വരുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ CAG ചൂണ്ടിക്കാണിച്ചാൽ CAGക്ക് ഒരു മറുപടി കൊടുത്ത് അവിടെ നിൽക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. എന്തായാലും പക്ഷേ CAG പറഞ്ഞിരിക്കുകയാണ് 2 കാര്യങ്ങളിൽ പിണറായി ഗവൺമെൻറ് ഫെയിലുവറാണ്. ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു, പക്ഷേ 2 കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ്. ഒന്ന്, വകമാറ്റി ചെലവഴിക്കുന്നു. 300 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് അടച്ചിരിക്കുന്നു. ഒരു കാരണവശാലും അത് അനുവദനീയമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയുടെ ഫണ്ടെടുപ്പും അതിൻ്റെ ബാധ്യതയുമാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ കൃത്യമായി CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേബിളിൻ്റെ പുറത്ത് വെച്ച സാഹചര്യത്തിൽ നിയമസഭയിൽ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് CAG പറയുന്നതിനുള്ള മറുപടിയും ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും. അവ കൊടുക്കുന്നതോടുകൂടി അവിടെ നിൽക്കും, കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കും. കാരണം ഒരു കറക്റ്റീവ് ഫോഴ്സ് മാത്രമാണ് CAG, അല്ല CAGക്ക് കയറി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ ചെറിയ ആക്ഷനൊക്കെ എഴുതിയിടും, എന്നാൽ ആക്ഷൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ സമൂഹത്തിന് ഇത് അറിയാൻ പെട്ടെന്ന് കഴിയും. ഇങ്ങനൊരു ഓഡിറ്റ് ഉള്ളതുകൊണ്ടും ഇങ്ങനൊരു സംവിധാനം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്.